പക്ഷേ ഇതിപ്പോൾ നമ്മൾ വിഴിഞ്ഞം അന്നത്തെ ദിവസം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ രാവിലെ വളരെ വിശദമായിട്ട് ഇക്കാര്യം പറയുകയും ചെയ്തു. ഇതിനെതിരെയുള്ള മറുപടിയൊക്കെ വന്നു. ഇതിനകത്ത് എന്താ തോന്നുന്നത്, എന്താ നമ്മളെങ്ങനെ കാണണം? അതായത് സനീഷ്, നമ്മളിപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കർശനമായി പാലിക്കാൻ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ അനാവശ്യമായ ഒരു വിമർശനം സർക്കാരിന് നേരെ ഉയർത്തരുത്. കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് വിമർശിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ വിമർശിക്കണം, കർശനമായി തന്നെ വിമർശിക്കണം, പ്രതിപക്ഷ സ്വഭാവത്തോടെ തന്നെ വിമർശിക്കണം എന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ എടുത്തതിനേക്കാൾ കർശനമായി ഈ തീരുമാനം തിരുവനന്തപുരത്തെ വലിയൊരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പക്ഷേ അതൊരു വലിയ ആനുകൂല്യമായി കണക്കാക്കിക്കൊണ്ട് അർത്ഥസത്യങ്ങളും അസത്യങ്ങളും വല്ലാതെ അത് വാദമായി ഉന്നയിച്ച് ഈ വരുന്ന ആരോപണങ്ങളെ, അതായത് തീർച്ചയായും ആരോപണങ്ങളായി നിലനിൽക്കാനുള്ള ശേഷിയുള്ള ആരോപണങ്ങൾ തന്നെയാണ്, അത്തരം ആരോപണങ്ങളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. അത് നമ്മളിപ്പോൾ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ അങ്ങനെ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ആ നിലയ്ക്ക് വിമർശിക്കാനും ആലോചിക്കുന്നില്ല. പക്ഷേ തൊടുന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഉള്ളൊരു വലിയ അബദ്ധം ഇന്ന് വി ഡി സതീശന് സംഭവിച്ചു. അത് വേറൊന്നുമല്ല, ദേശാഭിമാനി വളരെ പെട്ടെന്ന് ഈ വിഷയത്തെ, ദേശാഭിമാനിയിൽ വന്ന വാർത്ത എങ്ങനെയാണ് ഈ വിഷയം, അതായത് എങ്ങനെയാണ് ഈ കാര്യം ദേശാഭിമാനി മാത്രം അറിയുക, വിഴിഞ്ഞത്തിൻ്റെ കാര്യം, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ രഹസ്യങ്ങൾ ദേശാഭിമാനിക്കറിയാം, ആ വഴി ഈ വിവരം ചോർന്നിരിക്കുകയാണ് എന്നുള്ളതൊരു വലിയ സീരിയസ് ആരോപണമായി ഉന്നയിക്കാനാണ് വി ഡി സതീശൻ ഇന്ന് ശ്രമിച്ചത്. അങ്ങനെ ഈ വിഷയത്തിൽ വി ഡി സതീശനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞാൻ കരുതുന്നില്ല ഇപ്പോൾ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ എന്താണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, വിഴിഞ്ഞം കരാറല്ല, ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താണ്, അതിനകത്ത് സർക്കാരിൻ്റെ വലിയ വിയോജിപ്പ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ഇത് എന്താണ് അതിനുള്ള നീക്കം, അതിനുള്ള അപേക്ഷ വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും, അതിനെക്കുറിച്ച് പഠിച്ച തീരുമാനമെടുക്കൂ എന്നൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ കാര്യത്തിൽ അതിനു മുമ്പ് വി ഡി സതീശൻ ആസൂത്രിതമായി ഇതെല്ലാം നേരത്തെ അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്, അദാനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഞാനതിനെ ആ നിലയ്ക്ക് കാണുന്നില്ല. പക്ഷേ എന്താ പ്രശ്നം, ഇത് ദേശാഭിമാനി മാത്രം അറിഞ്ഞു, കണ്ടില്ലേ ഇത് അതീവമായ ഒരു രഹസ്യം എന്ന് പറഞ്ഞ് ഈ ആരോപണത്തെ അതിജീവിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സകല വാർത്തകളും തന്നെ, മിക്കവാറും എല്ലാ വാർത്തകളും ആദ്യം ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എക്കണോമിക് ടൈംസാണ്. എക്കണോമിക് ടൈംസിൽ തന്നെ പ്രശാന്താണെന്നാണ് തോന്നുന്നത് തുടർച്ചയായിട്ട് ഈ വാർത്തകൾ കൊണ്ടുവരുന്നത്. അതിനെ അത് ആദ്യം ജൂൺ 1-ാം തീയതി എക്കണോമിക് ടൈംസിൽ വന്നതിന് ശേഷം 3-ാം തീയതി മാതൃഭൂമി എടുത്തു. മിക്കവാറും അതുതന്നെ ആയിരിക്കാം സോഴ്സ് എന്നാണ് കരുതുന്നത്, എക്കണോമിക് ടൈംസിലെ വാർത്ത. അത് കണ്ടപ്പോഴാണ് സ്വാഭാവികമായും ഇത് ദേശാഭിമാനിക്കാരൻ്റെ ബുദ്ധി എങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ അവകാശം, ഇതെന്തോ വലിയ വികസനം അവിടെ നടക്കാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന നിലയ്ക്കാണ് അതിനെ അവരവതരിപ്പിച്ചത്. ഇത് അവർ മാത്രമാണോ? കേരളത്തിലെ സകല മാധ്യമങ്ങളും ആദ്യം എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തത്? നമ്മളടക്കം ആണ്. വലിയ വിദേശ നിക്ഷേപം വരുന്നു, വിഴിഞ്ഞത്ത് വലിയ വികസനത്തിന്റെ സാധ്യതയിലേക്ക് കാര്യങ്ങൾ വന്നു, അങ്ങനെയാണ് എല്ലാവരും തിരിച്ചറിഞ്ഞത്. അങ്ങനെ തന്നെയാണ്, അതായത് എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അല്ലാതെ ഈ പറയുന്ന വിവാദമായ തലങ്ങളിലേക്കൊക്കെ ഇത് കടക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണം വരുമ്പോഴാണ്, ആ ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ്. അതിനു മുമ്പ് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്, വലിയ വികസനം അവിടെ നടക്കുന്നു എന്നാണ്. അങ്ങനെ തന്നെയാണ് ദേശാഭിമാനിയും കരുതിയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പങ്ക് ഞങ്ങൾക്കും എന്നതാണ് ദേശാഭിമാനി ആ വാർത്തയിൽ തിരികെ രാഷ്ട്രീയം. അതിനപ്പുറത്ത് വാർത്തയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വി ഡി സതീശൻ ഇത്രയും അഗ്രസീവായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് കാരണം എന്താണ്? അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളും അത് ആവർത്തിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമവും അദ്ദേഹം തീർത്തതായിരിക്കാം, വേറൊന്നുമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം മംഗലാപുരത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ അദാനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വസ്തുതയാണ്. അദ്ദേഹം പറയുന്നുണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവരെ പോയി കണ്ടിട്ടുണ്ട് എന്ന്. അദ്ദേഹം ഈ ആർജവത്തോടെ ഉത്തരം പറയുന്ന വി ഡി സതീശൻ പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം വഴിക്കിയത് ഓർമ്മയുണ്ടോ? അതായത് ഈ മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത് എന്തിനാണ്, ആരാണ് അതിൻ്റെ കാശ് കൊടുത്തത്, എന്താണ് അതിൻ്റെ ഇടപാട് എന്ന് ചോദിക്കാൻ പറയുന്നത് അത് വ്യക്തിപരമായ കാര്യമാണ്, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അതിനെ വഴുക്കി രക്ഷപ്പെട്ടു പോയി. ആ ഒരു ചോദ്യം എന്നത് അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആ അലോസരപ്പെടുത്തുന്ന ചോദ്യത്തിനു കൂടിയുള്ള അതുകൊണ്ടാണ് അതിന് ഇത്രയും അഗ്രസീവായി അദ്ദേഹം മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞു പോയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്.
ആ ചോദ്യങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ഒരു കേരളം പണ്ട്, അതായത് എ കെ ആൻ്റണി, നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാവാൻ ഡൽഹിയിൽ നിന്നൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നത് എത്രയോ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അന്നത് വലിയ വിവാദമായിരുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ പോവുക എന്നൊക്കെ പറയുന്നത് അസ്വാഭാവികമായ സംഗതിയാണ് ഇപ്പോഴും കേരളത്തിൽ. പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് മംഗലാപുരത്ത് പോയി അദാനിയുടെ ഒരു വലിയ പ്രതിനിധിയെ കണ്ടതെങ്കിൽ എങ്ങനെയായിരിക്കും കേരളം ചർച്ച ചെയ്യുക? ഈ ചോദ്യം വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിവാകാൻ പിണറായി വിജയനെ വി ഡി സതീശൻ അനുവദിക്കുമായിരുന്നോ? ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ വ്യക്തിപരമായി ഞാൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്നു, മുഖ്യമന്ത്രി റേസിൽ വി ഡി സതീശൻ ഇല്ല എന്ന് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞാലും, അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ മുഖ്യമന്ത്രിയായെന്ന് വി ഡി സതീശൻ പറയുന്നത് ഒറ്റയടിക്ക് അങ്ങനെ വിശ്വസിച്ച് നമ്മൾ പോണോ? പോണോ? എന്തൊക്കെയാണ് രാഷ്ട്രീയ നാടകങ്ങൾ നടന്നതെന്ന് നമുക്കറിയാമല്ലോ. വി ഡി സതീശൻ ആ മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം മംഗലാപുരത്ത് പോയി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി അദാനിയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അപ്പോൾ അത് ചിലപ്പം ഇതെല്ലാം വലിയ ആസൂത്രിതമായി അവിടെ ശരി നമുക്ക് വിഴിഞ്ഞത്തെ ചില ഇടപാടുകൾ തീർക്കാൻ ഈ വഴിക്ക് ഇങ്ങനെയൊന്ന് ഒരു ചർച്ച നേരത്തെ കാലേ കൂട്ടി നടത്തിയേക്കാം എന്നൊക്കെ വിചാരിച്ച് പോയി എന്നൊന്നും ഞാൻ കരുതുന്നുമില്ല. അദ്ദേഹം അവിടെ പോയി ചിലപ്പോൾ യാദൃശ്ചികമായി കണ്ടതാവാം. പക്ഷേ ഈ പറയുന്ന സുതാര്യത എന്നത് നിരന്തരം അവകാശപ്പെടുന്ന വി ഡി സതീശൻ അത് കുറെ കൂടി ക്ലാരിറ്റിയോടെ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടതായിരുന്നു. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അത് നിങ്ങളോടൊന്നും പറയേണ്ട ഒരു കാര്യം എനിക്കില്ല എന്ന് പറയുന്നതിൽ തൃപ്തരാണ് മാധ്യമ പ്രവർത്തകർ. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ഈ ആനുകൂല്യം വല്ലാതെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബക്കാഡിയുടെ കാര്യത്തിലായാലും സ്വാഭാവികമായിട്ട് എന്താണ് ബ്രീസറിനുള്ള ഈ നികുതി ഗണ്യമായി കുത്തനെ കുറച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ അദ്ദേഹം ഈ അഭിമുഖീകരിച്ച എന്താണ്, എങ്ങനെയാണ് ഇടത് സർക്കാരിനെതിരെയുള്ള കുറേ ആരോപണങ്ങൾ വെച്ചിട്ട് എന്താണ് 251% വരെ നിർണ്ണയിച്ചു എന്നൊക്കെയുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞിട്ടാണ്. ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം പിറ്റേത് മുതൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തത് എന്താണ്, ഇത് ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. അന്നത്തെ ധനമന്ത്രിയും അന്നത്തെ എക്സൈസ് മന്ത്രിയും ഒക്കെ MP രാജേഷും KN ബാലഗോപാലും ഒക്കെ കൂടിയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് എന്ന്. അതുമാത്രമല്ല MP ഗോവിന്ദൻ്റെ കാലത്ത് തന്നെ ഇതറിയാമായിരുന്നു, അദ്ദേഹം ഇത് പഠിക്കാനായിട്ട് ഇതിന് നിർവചനം തരാൻ എഴുതി കൊടുത്തു എന്നൊക്കെയുള്ളതായിരുന്നു പിന്നെ വന്ന വാർത്തകൾ. ഇതാണോ ചോദ്യം? ചോദ്യം അതാണോ? അല്ലല്ലോ. ചോദ്യം എന്താണ്, എന്തിനാണ് നിങ്ങൾ ഈ 251 നിന്ന് നികുതി കുറച്ചത് എന്നുള്ളതാണല്ലോ ചോദ്യം. നികുതി കൂട്ടിയാൽ അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് നികുതി കുറച്ചത് എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഇപ്പോഴും വി ഡി സതീശൻ ഉത്തരം പറഞ്ഞിട്ടില്ല. വി ഡി സതീശൻ ഉത്തരം പറയാതിരിക്കാനുള്ള പഴുതി മാധ്യമ പ്രവർത്തകർ കൊടുക്കുന്നുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഈ ആനുകൂല്യം നിരന്തരം പറ്റിക്കൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല, എനിക്ക് ഇത്തരത്തിൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ്. അദ്ദേഹം നല്ല പെർഫോമറാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഈ എന്താണ് പലപ്പോഴും ഈ പ്രതിപക്ഷത്തെ ഇത്തരം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നയാളുമാണ്. അത് ഒരു നേതൃഗുണം തന്നെയാണ്. ആ കാര്യത്തിൽ നിന്നും ഇവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ ഈ 2 പോയിന്റിലും, അതായത് ഒന്ന് ഈ ബ്രീസറിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഉത്തരത്തിൽ ആ ചോദ്യത്തിലേക്ക് മാധ്യമങ്ങൾ വീണ്ടും ഊന്നുന്നില്ല. ആ ചോദ്യങ്ങൾക്ക് വി ഡി സതീശൻ ഉത്തരം പറയുന്നുമില്ല. ആ ചോദ്യങ്ങൾക്ക് വി ഡി സതീശൻ ഉത്തരം പറയുന്നുമില്ല. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പകരം എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന സംഗതി? എന്താണ് ഈ കാര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ്. അദ്ദേഹത്തിന് തീർച്ചയായും നേരിട്ടറിവുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യാം. എന്തിനാണ്? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു തൊട്ടു മുമ്പ്. അതായത് വി ഡി സതീശൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി നാളെ ഇത്തരത്തിലൊരു വിഷയം ഉന്നയിച്ചാൽ അതിനെ കൊട്ടും കോളും വെച്ചിട്ടൊരു മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാനായിട്ട് പിണറായി വിജയനും കഴിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ നിലയ്ക്ക് ആർക്കും പറ്റില്ല. ഇതെന്താണ് അദ്ദേഹം പറയുന്നത്, KK രാഗേഷ് അതിനെക്കുറിച്ച് മിണ്ടണ്ട എന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ എന്താണ് ഇത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അറിയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അയാൾ ഇടപെടേണ്ട കാര്യം എന്താണ്? എന്നിട്ട് ഭീഷണി കൂടിയാണ് അദ്ദേഹം. എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത്, ഞാൻ കൂടുതൽ വല്ലതും പറയും. ഇത്തരത്തിലുള്ള കുറേ ഭീഷണി പ്രയോഗങ്ങൾ അദ്ദേഹത്തിന് സ്റ്റോക്കായിട്ടുണ്ട്. അത് എപ്പോഴും പറയും, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാനായതുകൊണ്ട് ഇതേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബാക്കി കൂടെ പറയണം. അതെല്ലാം അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ വേണം, അല്ലാതെ പറയാൻ ബാക്കി വെക്കണ്ട. സുതാര്യതയാണ് അദ്ദേഹത്തിനും വേണ്ടത്. അദ്ദേഹം പറയാൻ ബാക്കി വെക്കരുത്. മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ്?
മുൻ മുഖ്യമന്ത്രി തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എന്താണ്? ഈ അദാനിയുമായി ബന്ധപ്പെട്ട് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളെ, ദിവ്യ എസ് അയ്യരെ, ആ സ്ഥാനത്ത് നിന്ന് വി ഡി സതീശൻ വന്ന ഉടനെ മാറ്റിയിരിക്കുന്നു. ഇത് എന്തിനാണ് എന്നുള്ളതാണല്ലോ അതിനകത്തുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഒരു പിന്നെ ആ ആരോപണം അവിടെ നേരത്തെ വി ഡി സതീശനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയും ഈ മട്ടിൽ അദ്ദേഹത്തിന് ഒഴിവാക്കി വിടാം. പക്ഷേ എന്തിനാണ് എ കെ രാഗേഷ് ഇതിൽ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അതിനകത്ത് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മികച്ച പെർഫോമർ എന്നുള്ള നിലയ്ക്ക് ഇന്നും വി ഡി സതീശന് ഞാൻ എൻ്റെ കയ്യടി കൊടുക്കും. പക്ഷേ അദ്ദേഹം ഉത്തരം പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ടാണെങ്കിലും ഈ പറയുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി മംഗലാപുരത്ത് പോയി അദാനിയുടെ പ്രതിനിധിയെ അടക്കം കണ്ട സാഹചര്യം കുറെ കൂടി ക്ലിയറായി കേരളീയ സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ടതുണ്ട്. തൽക്കാലം അദ്ദേഹം രക്ഷപ്പെട്ടു പോകും. പക്ഷേ നിരന്തരം അദ്ദേഹത്തെ ഈ ചോദ്യം ആവർത്തിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കും. കേരളം ഭരിക്കുന്നത് അദാനിയാണോ എന്ന് ചോദിച്ചത് നമ്മളാരുമല്ല, പിണറായി വിജയൻ പോലുമല്ല. അത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. അത് ഭരിക്കുമ്പോൾ ആര് ഭരിക്കുമ്പോൾ? വി ഡി സതീശൻ ഭരിക്കുമ്പോൾ. ആ ചോദ്യം അദ്ദേഹമാണ് ഉന്നയിച്ചിട്ടുള്ളത്. രണ്ട്, ഈ ബ്രീസറിൻ്റെ കാര്യത്തിൽ 2.5 മണിക്കൂർ കൊണ്ട് ഈ തീരുമാനമെടുക്കാനിടയായ സാഹചര്യം, അതായത് ഈ ടാക്സ് കുറയ്ക്കാനിടയായ സാഹചര്യം എന്താണ്? കുറയ്ക്കാനിടയായത് അതാണ്. അതിനപ്പുറത്ത് ആര് തീരുമാനമെടുത്തു, എപ്പോൾ തീരുമാനമെടുത്തു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരിതിവിടെ കൊണ്ടുവന്നു എന്നുള്ളതല്ല. ഈ 2-3 പോയിന്റുകളിലൊന്നും ഉത്തരം നൽകിയിട്ടില്ല അദ്ദേഹം. നമ്മൾ കുറെ കൂടി ക്ലാരിറ്റിയുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കും. ശരി, അത് തന്നെയാണ്.